നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാദൃച്ഛികമായി കടന്നുവരുന്നവരല്ല. ചില ആളുകൾ തുടക്കം മുതൽ തന്നെ അസാധാരണമായ വൈകാരിക തീവ്രതയോടെയാണ് എത്തുന്നത്. ആ ബന്ധം വിചിത്രമായ രീതിയിൽ പരിചിതമുള്ളതായി അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഉള്ളിലെന്തോ അവരെ നേരത്തെ തന്നെ അറിയാവുന്നതുപോലെ. എന്നാൽ വിവാഹമെന്നത് സ്നേഹത്തെക്കുറിച്ച് മാത്രമല്ലെങ്കിലോ? അത് കർമ്മത്തെക്കുറിച്ചും തീരാത്ത പാഠങ്ങളെക്കുറിച്ചും ഒളിഞ്ഞിരിക്കുന്ന മുറിവുകളെക്കുറിച്ചും ആത്മാവിന്റെ ആഴങ്ങളിൽ ചുമക്കുന്ന വൈകാരിക പാറ്റേണുകളെക്കുറിച്ചും കൂടെയാണെങ്കിലോ? എന്തുകൊണ്ടാണ് ചില വിവാഹങ്ങൾ സമാധാനപരവും ആശ്വാസകരവുമായി അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭയങ്ങളെ പുറത്തുകൊണ്ടുവരുന്ന വേദന നിറഞ്ഞ കണ്ണാടികളായി മാറുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരാളിലേക്ക് മാത്രം ആകർഷിക്കപ്പെടുകയും മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത്? മറ്റാർക്കും തൊടാൻ കഴിയാത്ത വികാരങ്ങളെ ഉണർത്താൻ ചില പങ്കാളികൾക്ക് മാത്രം സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണമില്ലാതെ ഒന്നുമുണ്ടാകുന്നില്ല എന്ന് ബുദ്ധനൊരിക്കൽ പഠിപ്പിച്ചു. ഒരുപക്ഷേ ബന്ധങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. മനസ്സിന് ഇതുവരെ മനസ്സിലാകാത്ത കാര്യം ഒരുപക്ഷേ ആത്മാവ് തിരിച്ചറിഞ്ഞുണ്ടാകാം. ഒരിക്കൽ ഒരു സന്യാസി ക്ഷേത്രത്തിന് പുറത്ത് ശാന്തനായിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദമ്പതികൾ വഴക്കിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ നടന്നുപോയി. അവരുടെ ശബ്ദം പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു. അവരുടെ ഊർജം ഭാരമുള്ളതായി അനുഭവപ്പെട്ടു. ഭൂരിഭാഗം ആളുകൾക്കും അവർ പരസ്പരം ചേരാത്തവരായി തോന്നിയിരിക്കാം. എപ്പോഴും കൂട്ടിമുട്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. എന്നാൽ ആ സന്യാസി കണ്ണുകളടച്ച് കർമ്മത്തിന്റെ കൃത്യത എന്ന് പതുക്കെ മന്ത്രിച്ചു. കാരണം ബന്ധങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണുന്നതുപോലെ യാദൃച്ഛികമല്ലെന്നാണ് ബുദ്ധന്റെ ജ്ഞാനം പഠിപ്പിക്കുന്നത്. ആകർഷണത്തോടെയാണ് വിവാഹം ആരംഭിക്കുന്നതെന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നു. ഒരു പുഞ്ചിരി, ഒരു അനുഭൂതി, കെമിസ്ട്രിയുടെ ഒരു നിമിഷം. എന്നാൽ ചിലപ്പോൾ ആ ബന്ധം യുക്തി ചിന്തിക്കുന്നതിനു മുമ്പ് തന്നെ ആരംഭിക്കുന്നു. ചില ആളുകൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള എന്തോ ഒന്നിനെ ഉണർത്തുന്നു. ആ ബന്ധം ഉടനടിയുള്ളതും വിശദീകരിക്കാൻ കഴിയാത്തതും ഏറെ പരിചിതവുമായി അനുഭവപ്പെടുന്നു. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും മറ്റാർക്കും തൊടാൻ കഴിയാത്ത വികാരങ്ങളെ പെട്ടെന്ന് തൊട്ടുണർത്തുകയും ചെയ്യുന്നു. സമാധാനം, ഭയം, ആസക്തി, ആഗ്രഹം, വേദന. ഇതിലെ വിചിത്രമായ കാര്യമെന്തെന്നാൽ എന്തുകൊണ്ടാണിതെന്ന് മനസ്സിന് പലപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലെന്നതാണ്. അതുകൊണ്ടാണ് ആളുകൾ ചിലപ്പോൾ വലിയ യുക്തിയൊന്നുമില്ലാത്ത ബന്ധങ്ങളിൽ പോലും വേർപെടാതെ നിൽക്കുന്നത്. കാരണം ആ ആകർഷണം വൈകാരികം മാത്രമല്ല, അത് കർമ്മപരവുമായിരിക്കാം. ഓരോ ബന്ധവും ഉണ്ടാകുന്നത് കാരണങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമാണെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. തീരാത്ത വൈകാരിക ഊർജം ഇപ്പോഴും അവർക്കിടയിൽ നിലനിൽക്കുന്നതുകൊണ്ടാവാം ചില ആത്മാക്കൾ കണ്ടുമുട്ടുന്നത്. പഠിച്ചു തീരാത്ത ഒരു പാഠം, ഉണങ്ങാത്ത ഒരു മുറിവ്, മനസ്സിലാകാത്ത ഒരു രീതി. ഇതിന്റെ അർത്ഥം എല്ലാ ബന്ധങ്ങളും എന്നേക്കുമായി വിധിക്കപ്പെട്ടതാണെന്നല്ല. എന്നാൽ ഇത് ചില ബന്ധങ്ങൾ തുടക്കം മുതൽ എന്തുകൊണ്ട് അസാധാരണമാം വിധം ശക്തമായി അനുഭവപ്പെടുന്നുവെന്ന് വിശദീകരിച്ചേക്കാം. ഇത് ശാന്തവും എന്നാൽ ആഴവും തേടുന്ന ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ സന്തോഷം പൂർത്തിയാക്കാനല്ല, നിങ്ങളുടെ ആത്മീയ ഉണർവ് പൂർത്തിയാക്കാൻ. ആകർഷണം എപ്പോഴും യുക്തിസഹമായിരിക്കണമെന്നില്ല. മനസ്സ് മുന്നറിയിപ്പ് സൂചനകൾ വ്യക്തമായി കാണുമ്പോഴും ചിലപ്പോൾ ഹൃദയം ഒരാളിലേക്ക് നീങ്ങുന്നു. ഒരു സ്ത്രീ തന്നെ വീണ്ടും വീണ്ടും വൈകാരികമായി വേദനിപ്പിച്ച ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. അവൻ അകൽച്ച പാലിക്കുന്നവനും തണുത്ത മനോഭാവമുള്ളവനും പ്രവചനീയത പാലിക്കാത്തവനുമായി മാറി. അവൾ എന്തിനാണ് അവന്റെ കൂടെ തുടരുന്നതെന്ന് കൂട്ടുകാർ ചോദിച്ചു. അവൾക്ക് പോലും അത് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ആ ബന്ധം വേദനയുള്ളതാണെന്ന് അവളുടെ ഒരു ഭാഗത്തിനറിയാം. എന്നിരുന്നാലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ലെന്ന് മറ്റൊരു ഭാഗത്തിന് അനുഭവപ്പെട്ടു. ഇത്തരം ബന്ധങ്ങൾക്ക് ബുദ്ധന്റെ ജ്ഞാനം കൂടുതൽ ആഴമുള്ളൊരു വിശദീകരണം നൽകുന്നു. പരിഹരിക്കപ്പെടാത്ത വൈകാരിക പാറ്റേണുകളെ കർമ്മം പലപ്പോഴും വീണ്ടും സൃഷ്ടിക്കുന്നു. ആ വൈകാരിക പരിചയം ദുരിതം സൃഷ്ടിക്കുമ്പോഴും മനസ്സ് ആ പരിചയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ചില ബന്ധങ്ങൾ വിചിത്രമായ രീതിയിൽ നമ്മെ ആകർഷിക്കുന്നത്. അവ എപ്പോഴും ആരോഗ്യകരമായതുകൊണ്ടല്ല, മറിച്ച് ആത്മാവിനുള്ളിൽ പൂർത്തിയാകാത്ത എന്തോ ഒന്നിനെ അവ ഉണർത്തുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ പഴയ മുറിവുകളെ പ്രതിഫലിപ്പിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെടുന്നു എന്ന ഭയം, നിരസലപ്പെടലിന്റെ വേദന, ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെടാനും മൂല്യം നൽകപ്പെടാനും വൈകാരികമായി സുരക്ഷിതത്വം അനുഭവിക്കാനുമുള്ള ആഗ്രഹം. ഈ മുറിവുകൾ ഇതിനകം തന്നെ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് ആ ബന്ധം വളരെ അർത്ഥപൂർണമായി തോന്നുന്നു. ആ വൈകാരികമായ പരിചയത്തെ മനസ്സ് വിധിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ പരിചയമുണ്ടാകുന്നത് എപ്പോഴും ഒത്തുപോകലാകണമെന്നില്ല. ചിലപ്പോൾ അത് വെറും ആവർത്തനമായിരിക്കാം. ആ വൈകാരിക പാറ്റേണിലേക്ക് ഒടുവിൽ തിരിച്ചറിവെത്തുന്നതുവരെ ആത്മാവ് വീണ്ടും വീണ്ടും അതേ വൈകാരിക പാഠത്തിലേക്ക് മടങ്ങിവരുന്നു.
അതുകൊണ്ടാണ് ചില ബന്ധങ്ങൾ അടിമത്തമുണ്ടാക്കുന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും അല്ലെങ്കിൽ വൈകാരികമായി താങ്ങാൻ കഴിയാത്തതുമായി അനുഭവപ്പെടുന്നത്. അവ നിങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ടല്ല, മറിച്ച് ഇനിയും സൗഖ്യം ആവശ്യമായ കാര്യങ്ങളെ അവ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഇത് വേദനാജനകവും എന്നാൽ മുക്തി നൽകുന്നതുമായ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. ആകർഷണമെന്നത് എപ്പോഴും ഒത്തുപോകലിൻ്റെ തെളിവല്ല, ചിലപ്പോൾ അത് പൂർത്തിയാകാത്ത സൗഖ്യത്തിൻ്റെ തെളിവാണ്. ഇനിയും മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് ഹൃദയം പലപ്പോഴും വലിച്ചടിക്കപ്പെടുന്നു. നിത്യജീവിതം മറച്ചുവെക്കുന്ന നമ്മിലെ ചില ഭാഗങ്ങളെ പുറത്തുകൊണ്ടുവരാൻ വിവാഹത്തിന് കഴിയും. ഒരു ബന്ധം ഒരു കണ്ണാടി പോലെ അനുഭവപ്പെടാം. നിങ്ങളുടെ ബാഹ്യരൂപത്തിൻ്റെ കണ്ണാടിയല്ല, മറിച്ച് നിങ്ങളുടെ ഭയങ്ങളുടെയും സുരക്ഷിതത്വമില്ലായ്മയുടെയും വൈകാരിക ആസക്തികളുടെയും കണ്ണാടിയാണ്. അസൂയ ഉയർന്നുവരുന്നു, നിയന്ത്രണം ഉയർന്നുവരുന്നു, വിമർശനം ഉയർന്നുവരുന്നു, വൈകാരികമായ ആശ്രിതത്വം ഉയർന്നുവരുന്നു. മിക്കപ്പോഴും ഈ പ്രതികരണങ്ങൾ പെട്ടെന്നുയർന്നുവരുന്നതായി തോന്നുന്നു. ഒരിക്കൽ ഒരു ശിഷ്യൻ ഒരു സന്യാസിയോട് പറഞ്ഞു, "എൻ്റെ പങ്കാളി എന്നെ വിലയില്ലാത്തവനായി തോന്നിപ്പിക്കുന്നു." സന്യാസി അവനെ ശാന്തനായി നോക്കി മറുപടി പറഞ്ഞു, "അങ്ങനെയെങ്കിൽ ആ വാക്കുകൾക്ക് മുമ്പ് തന്നെ ആ മുറിവ് നിലനിന്നിരിക്കാം." ശിഷ്യൻ മൗനമായി, കാരണം ആ വേദന ബന്ധത്തേക്കാൾ പഴക്കമുള്ളതാണെന്ന് അവൻ്റെ ഉള്ളിനുള്ളിൽ അവൻ അറിഞ്ഞിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴമേറിയ സത്യങ്ങളിലൊന്നാണിത്. നമ്മിൽ നേരത്തെ തന്നെ ജീവിച്ചിരുന്ന സുരക്ഷിതത്വമില്ലായ്മകളെയാണ് പങ്കാളികൾ പലപ്പോഴും പുറത്തുകൊണ്ടുവരുന്നത്. തികഞ്ഞവനല്ലെന്ന ഭയം, ഉപേക്ഷിക്കപ്പെടുമെന്ന ഭയം, സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയം. ബന്ധങ്ങൾ നമ്മുടെ വൈകാരികമായ കേന്ദ്രത്തെ തൊടുന്നതുകൊണ്ട് ഈ ഒളിഞ്ഞിരിക്കുന്ന മുറിവുകൾ വളരെ വേഗത്തിൽ ഉപരിതലത്തിലേക്ക് വരുന്നു. അവരാണെന്നെ വേദനിപ്പിക്കുന്നത് എന്ന് മറുവ്യക്തിയെ ഉടനടി കുറ്റപ്പെടുത്താൻ മനസ്സാഗ്രഹിക്കുന്നു. എന്നാൽ ബുദ്ധന്റെ ജ്ഞാനം വേറൊരു രീതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കുറ്റപ്പെടുത്തുക മാത്രം ചെയ്യുന്നതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുക. ഏത് വികാരമാണ് ഉണർത്തപ്പെടുന്നത്? ഏത് ആസക്തിയെയാണ് തൊടുന്നത്? ഈ നിമിഷത്തിനു മുമ്പ് തന്നെ ഏത് ഭയമാണ് നിലനിന്നിരുന്നത്? ഈ മാറ്റം ബന്ധത്തെ പൂർണ്ണമായും മാറ്റുന്നു. കാരണം ഇപ്പോൾ സംഘർഷം വെറും നിരാശയ്ക്ക് പകരം സ്വയം തിരിച്ചറിവിലേക്കുള്ള ഒരു വാതിലായി മാറുന്നു. ഇത് ആഴത്തിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. ദൈനംദിന ജീവിതം മറച്ചുവെക്കുന്നത് ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നു. നിങ്ങളൊരു വ്യക്തിയെ മാത്രമല്ല വിവാഹം കഴിക്കുന്നത്, അവർ ഉണർത്തുന്ന നിങ്ങളിലെ ഭാഗങ്ങളെ കൂടെയാണ്. തങ്ങൾ തെറ്റായ വ്യക്തിയെയാണ് വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഇതിലും ആഴത്തിലുള്ള സത്യം ഇതാണ്: ആത്മാവ് ഒരേ പാഠം വ്യത്യസ്ത രൂപത്തിൽ ആവർത്തിക്കുകയാണ്. വ്യത്യസ്ത മുഖം, വ്യത്യസ്ത ബന്ധം, ഒരേ ദുരിതം. ഒരാൾക്കെപ്പോഴും ഉപേക്ഷിക്കപ്പെട്ടതായി അനുഭവപ്പെടുന്നു. മറ്റൊരാൾ വൈകാരികമായി ലഭ്യമല്ലാത്ത പങ്കാളികളെ തുടർച്ചയായി ആകർഷിക്കുന്നു. മറ്റുള്ളവർ വഞ്ചനയുടെയും നിരസിക്കപ്പെടലിൻ്റെയും വൈകാരിക അസ്ഥിരതയുടെയും ചക്രങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ആവശ്യത്തിന് വേദന അനുഭവിച്ച ശേഷം സ്വാഭാവികമായും ഈ ചോദ്യം ഉയരുന്നു: എന്തുകൊണ്ടാണിതെല്ലാം എനിക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സ്ത്രീ ഒരിക്കൽ ഒരു ബുദ്ധ അധ്യാപകനോട് ഇതേ കാര്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരേ തരത്തിലുള്ള ആളുകളെ മാത്രം കണ്ടുമുട്ടുന്നത്? അധ്യാപകൻ അവരെ ശാന്തനായി നോക്കി മറുപടി പറഞ്ഞു: കാരണം ആ പാഠം ഇതുവരെ പൂർണ്ണമായി ഉണർന്നിട്ടില്ല. ആദ്യം ഈ മറുപടി ക്രൂരമായി തോന്നിയെങ്കിലും അതിൽ ആഴമേറിയ ജ്ഞാനമടങ്ങിയിട്ടുണ്ടായിരുന്നു. പഠിക്കാത്ത വൈകാരിക പാറ്റേണുകളിലേക്ക് തിരിച്ചറിവെത്തുന്നതുവരെ അവ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് ബുദ്ധമത പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശിക്ഷയായിട്ടല്ല, പ്രപഞ്ചം നിങ്ങളെ വെറുക്കുന്നതുകൊണ്ടുമല്ല, മറിച്ച് അബോധ മനസ്സിലെ മുഴിവുകൾ ബോധപൂർവമായ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നതുകൊണ്ടാണ്. കർമ്മം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ആളുകൾ ഇതിനെ പ്രതിഫലമായോ ശിക്ഷയായോ കരുതുന്നു. എന്നാൽ പലപ്പോഴും കർമ്മമെന്നത് തിരിച്ചറിവ് തേടുന്ന വെറും ആവർത്തനമാണ്. ഉള്ളിൽ എന്തിനെങ്കിലും ഇനിയും ധാരണയോ സൗഖ്യമോ മോചനമോ ആവശ്യമായതുകൊണ്ടാണ് ഒരേ വൈകാരിക പാറ്റേൺ മടങ്ങിവരുന്നത്. അതുകൊണ്ടാണ് പങ്കാളികളെ മാത്രം മാറ്റിയതുകൊണ്ട് എപ്പോഴും ദുരിതം മാറാത്തത്. കാരണം ബാഹ്യമായ സാഹചര്യം മാറുമ്പോഴും ആന്തരികമായ മുറിവ് മാറ്റമില്ലാതെ തുടരുന്നു. ഇത് കാഴ്ചപ്പാടിൽ ശക്തമായ മാറ്റമുണ്ടാക്കുന്നു. എന്തുകൊണ്ടാണിതെല്ലാം എനിക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു. ഇത് ആഴത്തിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. അബോധാവസ്ഥയ്ക്ക് പകരം ബോധാവസ്ഥ വരുന്നതുവരെ ആത്മാവ് പാഠം ആവർത്തിക്കുന്നു. എല്ലാ സ്നേഹവും ആരോഗ്യകരമല്ല. ചിലപ്പോൾ ആസക്തി സ്നേഹത്തിന്റെ വേഷം കെട്ടുന്നു. ബന്ധം സമാധാനപരമായതുകൊണ്ടല്ല, മറിച്ച് അത് നഷ്ടപ്പെടുമെന്ന ഭയം അതിലും വേദനാജനകമായി അനുഭവപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഒരാൾ വേദനാജനകമായ ഒരു ബന്ധത്തിൽ തുടരുന്നത്. ഇവിടെയാണ് ദുരിതം നിശബ്ദമായി ആരംഭിക്കുന്നത്. ഒറ്റപ്പെടാനുള്ള ഭയം, വൈകാരികമായ ആശ്രിതത്വം, ഉറപ്പ്, ശ്രദ്ധ അല്ലെങ്കിൽ അംഗീകാരം എന്നിവയ്ക്കായുള്ള നിരന്തരമായ ആവശ്യം. പലരും ഇതിനെ സ്നേഹമെന്ന് വിളിക്കുന്നു. എന്നാൽ സ്നേഹവും ആസക്തിയും തമ്മിൽ ബുദ്ധന്റെ ജ്ഞാനം പ്രധാനപ്പെട്ട ഒരു വേർതിരിവ് നടത്തുന്നു. സ്നേഹം ഇടം നൽകുന്നു,
ആസക്തി പിടിമുറുക്കുന്നു. സ്നേഹം വളർച്ചയെ പിന്തുണയ്ക്കുന്നു. ആസക്തി മാറ്റത്തെ ഭയപ്പെടുന്നു. ഒരിക്കലൊരു സന്യാസി പറഞ്ഞു, ആസക്തി പറയുന്നു, എനിക്ക് സുരക്ഷിതത്വം തോന്നാൻ നീ ഇവിടെ തന്നെ നിൽക്കൂ. തിരിച്ചറിവ് പറയുന്നു, എല്ലാം മാറിയാലും നീ വളരൂ. അതുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെട്ട് ഏറെ കഴിഞ്ഞിട്ടും ചില വിവാഹബന്ധങ്ങൾ തുടരുന്നത്. യഥാർത്ഥ ബന്ധം കൊണ്ടല്ല, മറിച്ച് ഭയം കൊണ്ടാണ്. ഉപേക്ഷിക്കപ്പെടുമെന്ന ഭയം, വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുമെന്ന ഭയം, ബന്ധമില്ലാതെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുമെന്ന ഭയം. മനസ്സെത്രമാത്രം ശക്തമായി പിടിമുറുക്കുന്നുവോ അത്രമാത്രം ദുരിതവും വർദ്ധിക്കുന്നു. കാരണം ആസക്തി നിരന്തരമായ ആശങ്ക സൃഷ്ടിക്കുന്നു. നഷ്ടപ്പെടുമെന്ന ഭയം, മറ്റൊരാൾക്ക് പകരം വയ്ക്കപ്പെടുമെന്ന ഭയം, സ്നേഹം ഇല്ലാതാകുമെന്ന ഭയം. എന്നാൽ യഥാർത്ഥ സ്നേഹം ഉടമസ്ഥാവകാശത്തിൽ നിന്നല്ല വളരുന്നത്. അത് വളരുന്നത് തിരിച്ചറിവ്, കരുണ, സ്വാതന്ത്ര്യം എന്നിവയിൽ നിന്നാണ്. വൈകാരികമായ തടവറയില്ലാതെ ഇരുവർക്കും വളരാൻ അത് അവസരമൊരുക്കുന്നു. ഇതിനർത്ഥം സ്നേഹം തണുപ്പൻ മനോഭാവമുള്ളതോ അകന്നതോ ആകുന്നു എന്നല്ല. അത് കൂടുതൽ ശാന്തവും ആരോഗ്യകരവും ഭയത്താൽ നിയന്ത്രിക്കപ്പെടാത്തതുമായി മാറുന്നു. ആസക്തി ദുരിതം സൃഷ്ടിക്കുന്നുവെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. കാരണം സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുന്നതിനെ മനസ്സ് തടഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നു. ഇത് ആഴത്തിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. ഉടമസ്ഥാവകാശം ഇല്ലാതാകുമ്പോൾ സ്നേഹം സമാധാനപരമായി മാറുന്നു. ആസക്തി എത്രമാത്രം ആഴമുള്ളതോ ദുരിതവും അത്രമാത്രം ആഴമേറിയതായിരിക്കും. സ്നേഹിക്കപ്പെടാനും ആശ്വസിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനുമുള്ള സന്തോഷമാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ബുദ്ധന്റെ ജ്ഞാനം ഇതിലും ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നൽകുന്നു. ഒരു ആത്മീയ പങ്കാളിയുടെ ലക്ഷ്യം പൂർണ്ണതയല്ല, അത് തിരിച്ചറിവാണ്. ഒരു ആത്മീയ പങ്കാളി നിങ്ങളുടെ ശക്തികളെ മാത്രമല്ല പ്രതിഫലിപ്പിക്കുന്നത്, അവർ നിങ്ങളുടെ നിഴലുകളെയും വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ അക്ഷമത, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ വൈകാരിക മുറിവുകൾ. ഇത് അസ്വസ്ഥതയുണ്ടാക്കുമെങ്കിലും വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ അവസരങ്ങളിലൊന്നായി മാറാനും ഇതിന് കഴിയും. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതിരിക്കുമ്പോൾ ഒരു പങ്കാളി ക്ഷമ പഠിപ്പിച്ചേക്കാം. നിങ്ങളുടെ അഹങ്കാരം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ അത് വെളിപ്പെടുത്തിയേക്കാം. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനോ നിയന്ത്രിക്കാനോ ഉള്ള നിങ്ങളുടെ പ്രവണതയെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ നിങ്ങളിൽ കരുണയുണർത്തിയേക്കാം. ഒരു സെൻ അധ്യാപകൻ ഈ ഉപമ പങ്കുവച്ചു. ഒരു മെഴുകുതിരി കാറ്റിനോട് ചോദിച്ചു, നീ എന്നെ നശിപ്പിക്കുമോ? കാറ്റ് മറുപടി പറഞ്ഞു, ഇല്ല, നിന്റെ ജ്വാല യഥാർത്ഥമാണോ എന്ന് ഞാൻ വെളിപ്പെടുത്തും. പല കർമ്മബന്ധങ്ങളുടെയും ആഴത്തിലുള്ള ലക്ഷ്യം ഇതാണ്. നിങ്ങളെ നശിപ്പിക്കാനല്ല, മറിച്ച് ഇനിയും തിരിച്ചറിവില്ലാത്ത നിങ്ങളിലെ ഭാഗങ്ങളെ വെളിപ്പെടുത്താനാണ്. ചില പങ്കാളികൾ സമാധാനത്തിലൂടെ ബോധത്തെ ഉണർത്തുന്നു, മറ്റു ചിലർ തർക്കങ്ങളിലൂടെ ഉണർത്തുന്നു. രണ്ടും ആത്മീയ അധ്യാപകരായി മാറാം. തിരിച്ചറിവ് ബന്ധത്തിൽ കടന്നുവരുമ്പോൾ പ്രധാനപ്പെട്ട ചിലത് മാറുന്നു. ബന്ധം വൈകാരികമായതല്ലാതായി മാറുന്നു. അതൊരു ആത്മീയ പരിശീലനമായി മാറുന്നു. ഓരോ തർക്കവും മനസ്സിനെ നിരീക്ഷിക്കാനുള്ള അവസരമായി മാറുന്നു. ഓരോ വെല്ലുവിളിയും അഹങ്കാരത്തെ ശാന്തമാക്കാനുള്ള അവസരമായി മാറുന്നു. പതുക്കെ ബോധം വളരുന്നു. ഇതൊരാഴത്തിലുള്ള തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. ബോധപൂർവമായ ബന്ധങ്ങൾ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. ശരിയായ പങ്കാളി നിങ്ങളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ നിങ്ങളെ ഉണർത്തുന്നു. അംഗീകരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള സത്യങ്ങളിലൊന്നാണിത്. എല്ലാ വിവാഹബന്ധങ്ങളും എന്നേക്കും നിലനിൽക്കാൻ ഉദ്ദേശിച്ചതല്ല. ഒരു ബന്ധം അവസാനിക്കുകയാണെങ്കിൽ അത് പരാജയപ്പെട്ടു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ബുദ്ധന്റെ ജ്ഞാനം ചില വേർതിരിവുകളെ വ്യത്യസ്തമായി കാണുന്നു. ചില ബന്ധങ്ങൾ അവരുടെ കർമ്മപരമായ ലക്ഷ്യം പൂർത്തിയാക്കുന്നു, പാഠം പഠിച്ചു കഴിയുന്നു, തിരിച്ചറിവെത്തുന്നു, ആത്മാവ് വ്യത്യസ്തമായ ഒരു വഴി ചോദിച്ചു തുടങ്ങുന്നു. ഒരു വിവാഹബന്ധം വേർപെടുത്തിയ ഒരു സ്ത്രീ ഒരിക്കൽ ഒരു അധ്യാപകന്റെ അടുത്തിരുന്ന് പതുക്കെ ചോദിച്ചു, എൻ്റെ വിവാഹബന്ധം പരാജയപ്പെട്ടതാണോ? അധ്യാപകൻ അവളെ ശാന്തമായി നോക്കി മറുപടി പറഞ്ഞു, എല്ലാ അവസാനങ്ങളും പരാജയങ്ങളല്ല, ചിലത് ഉണർവുകളാണ്. അവൾ കരയാൻ തുടങ്ങി. കാരണം വർഷങ്ങളായി ബന്ധം അവസാനിച്ചതിനെക്കുറിച്ച് കുറ്റബോധവും നാണക്കേടും കയ്പും അവൾ പേറിക്കൊണ്ടിരുന്നു. എന്നാൽ ആ നിമിഷത്തിൽ അവളുടെ ഉള്ളിൽ എന്തോ ശാന്തമായി. ആ ബന്ധം തന്നെ മാറ്റിയതായി അവൾ തിരിച്ചറിഞ്ഞു. മുൻപൊരിക്കലും മനസ്സിലാകാത്ത മുറിവുകളെ അത് വെളിപ്പെടുത്തി. അതവളെ വളരാൻ നിർബന്ധിതയാക്കി. ആസക്തിയും ഭയവും സ്വയം ഉപേക്ഷിക്കലും എന്താണെന്ന് അവളെ പഠിപ്പിച്ചു. ആ അനുഭവം വേദനാജനകമായിരുന്നെങ്കിലും അത് തിരിച്ചറിവിനെ ഉണർത്തി. വേർപിരിയൽ എന്നത് വിശുദ്ധമായ വളർച്ച കൂടിയാണെന്ന് ബുദ്ധമത തത്വങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ വളർച്ചയ്ക്ക് വേർപിരിയൽ ആവശ്യമാണ്. എല്ലാ ആത്മാക്കളും എന്നേക്കുമായി നിങ്ങൾക്കൊപ്പം നടക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. ചിലർ നിങ്ങളുടെ ആത്മാവിന് മനസ്സിലാക്കേണ്ട ഒരു പാഠം പഠിപ്പിക്കാൻ മാത്രമാണ് കടന്നുവരുന്നത്. ഇത് വേദനയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് വേദനയുടെ അർത്ഥത്തെ മാറ്റുന്നു.
കയ്പ് പതുക്കെ നന്ദിയായി മാറുന്നു. ദുരിതം പതുക്കെ ജ്ഞാനമായി മാറുന്നു. ഇത് ശാന്തവും എന്നാൽ ശക്തവുമായ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. ചില ആത്മാക്കൾ ഒരായുഷ്കാലം മുഴുവൻ നിൽക്കുന്നു. മറ്റു ചിലർ നിങ്ങളെ ഉണർത്താൻ മാത്രം വേണ്ടത്ര സമയം നിൽക്കുന്നു. വിവാഹമൊടുവിൽ തങ്ങളെ പൂർണ്ണമാക്കുമെന്ന് വിശ്വസിച്ച് പലരും പൂർണ്ണതയുള്ള ഒരു ബന്ധം തിരഞ്ഞ് ജീവിതം ചെലവഴിക്കുന്നു. എന്നാൽ ബുദ്ധന്റെ ജ്ഞാനം അതിലും ആഴത്തിലുള്ള ഒന്ന് പഠിപ്പിക്കുന്നു. വിവാഹമല്ല അന്തിമ ലക്ഷ്യം, ഉണർവാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ താൽക്കാലിക രൂപങ്ങളാണ് ബന്ധങ്ങൾ. ചിലത് വർഷങ്ങളോളം നിലനിൽക്കുന്നു, മറ്റു ചിലത് കുറഞ്ഞ കാലയളവ് മാത്രം നിലനിൽക്കുന്നു. എന്നാൽ ബോധം, ആ അനുഭവത്തിലൂടെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന തിരിച്ചറിവ്, അതാണ് കൂടുതൽ ആഴത്തിലുള്ള യാത്ര. യഥാർത്ഥ സമാധാനം മറ്റൊരു വ്യക്തിയിൽ നിന്നല്ല വരുന്നത്. അത് സ്വയം തിരിച്ചറിവിലൂടെയും ധാരണയിലൂടെയും ആന്തരികമായ വ്യക്തതയിലൂടെയും വളരുന്നു. അതുകൊണ്ടാണ് ഒരേ ബന്ധത്തിലുള്ള രണ്ടാളുകൾക്ക് തികച്ചും വ്യത്യസ്തമായ അളവിൽ ദുരിതമനുഭവിക്കുന്നത്. ബാഹ്യമായ ബന്ധം പ്രധാനമാണ്, എന്നാൽ ആന്തരികമായ അവസ്ഥ അതിനേക്കാൾ പ്രധാനമാണ്. നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്നത് നിങ്ങളുടെ നിലവിലെ വൈകാരികവും ആത്മീയവുമായ അവസ്ഥയെ പലപ്പോഴും പ്രതിഫലിപ്പിക്കുന്നു. തിരിച്ചറിവ് മാറുമ്പോൾ ബന്ധങ്ങളും മാറാൻ തുടങ്ങുന്നു. പാറ്റേണുകൾ കൂടുതൽ വ്യക്തമാകുന്നു. ആസക്തികൾ ദുർബലമാകുന്നു. അംഗീകാരത്തിനായുള്ള ആവശ്യം കുറയുന്നു. ഭയത്തിൽ നിന്നും അബോധമനസ്സിലെ മുറിവുകളിൽ നിന്നും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നിങ്ങൾ നിർത്തുന്നു. പതുക്കെ കർമ്മം ജ്ഞാനമായി മാറുന്നു. ബന്ധം ഇപ്പോഴും കർമ്മപരമായിരിക്കാം, എന്നാൽ ബോധാവസ്ഥ കർമ്മം അനുഭവിക്കുന്ന രീതിയെ മാറ്റുന്നു. അബോധപൂർവം വേദനയെ ആവർത്തിക്കുന്നതിനു പകരം നിങ്ങൾ ബോധപൂർവം പഠിക്കാൻ തുടങ്ങുന്നു. ഇതൊടുവിലത്തെ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുന്നത് നിർത്തുമ്പോൾ വേദനാജനകമായ പാഠങ്ങളെ ആകർഷിക്കുന്നത് നിങ്ങൾ നിർത്തും. ചില ബന്ധങ്ങൾ അസാധാരണമായ വൈകാരിക ശക്തിയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതിനൊരു കാരണമുണ്ട്. വെറും യാദൃച്ഛികതയെന്ന് തോന്നുന്നത് ആകർഷണത്തേക്കാൾ വളരെ ആഴത്തിലുള്ള പാഠങ്ങൾ വഹിക്കുന്നുണ്ടാകാം. ഓരോ ബന്ധത്തിനും ഒരു കണ്ണാടിയോ ഒരു പാഠമോ അല്ലെങ്കിൽ ഒരു ഉണർവോ ആകാൻ കഴിയുമെന്ന് ബുദ്ധന്റെ ജ്ഞാനം പഠിപ്പിക്കുന്നു. ദുരിതം പലപ്പോഴും അബോധപൂർവം ആരംഭിക്കുന്നു, എന്നാൽ ആ പാറ്റേണിലേക്ക് തിരിച്ചറിവെത്തുന്ന നിമിഷം സൗഖ്യം ആരംഭിക്കുന്നു. അതിനാൽ ഒരുപക്ഷേ നിങ്ങളുടെ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ ശിക്ഷയല്ലായിരിക്കാം. ഒരുപക്ഷേ അവ നിങ്ങളെ തന്നെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വളരെക്കാലമായി ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് സൗഖ്യം നൽകാനും ഉണരാനുമുള്ള ക്ഷണങ്ങളായിരിക്കാം. ഈ മെസ്സേജ് നിങ്ങളിൽ സ്വാധീനം ചെലുത്തിയെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ബുദ്ധമതജ്ഞാനം, ബന്ധങ്ങൾ, ആന്തരിക സമാധാനം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. പരക്കട്ടെ പ്രകാശം.